ഹലോ ഗൈസ്, വെൽക്കം ടു അക്കുല അതിഥി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന ഷേക്കാണ്. അപ്പോൾ അതിനാദ്യം വേണ്ടത് കുറച്ച് പഴങ്ങളാണ്, പിന്നെ കുറച്ച് ഡേറ്റ്സ് വേണം, കുറച്ചധികം ഡേറ്റ്സ് വേണം, പിന്നെ നമുക്ക് പാല് വേണം. ഞാൻ മിൽമയുടെ പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബൂസ്റ്റാണ്. ബൂസ്റ്റ് നമ്മൾ ഒരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്, കാരണം ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൂടെ ചേർത്താണ്. പിന്നെ പഞ്ചസാര പൊടിയും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെറിയും എടുത്തിട്ടുണ്ട്. ചെറിയ നല്ല രസമുണ്ടല്ലേ കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം വേണം. ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കണം. അപ്പം നമുക്കത് അടിക്കാം. കമോൺ ഗൈസ്. അതാണ് നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഇനി ഇതെല്ലാം അടിക്കാൻ പോകണം. നമ്മളിപ്പോൾ ആദ്യം തന്നെ പാലെടുത്തിട്ടുണ്ട്. പാൽ താകുമ്പോൾ ഒഴിക്കുവാണ്. അപ്പോൾ നമ്മൾ പാലൊക്കെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചധികം ഡേറ്റ്സ് ഇട്ടു. ഇനി നമ്മൾ ഡേറ്റ്സ് ഇടണം. ഡേറ്റ്സ് ഇട്ടു. അത് ഇനി നമ്മൾ എടുത്തു വെച്ച പഴവും കൂടെ നമ്മൾ അങ്ങനെ ഇടുന്നു. അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പഴം ഇട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇട്ടു, കുറച്ചധികം ബൂസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചസാരപ്പൊടി ഇട്ടു. പഞ്ചസാരപ്പൊടി നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇട്ടു. അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് ഇപ്പം മിക്സിയിൽ അടിക്കുവാണ്. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞ് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക. ഇപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് അടിക്കണം. ഓക്കെ, അപ്പം നമുക്കത് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി ഇച്ചിരി നേരം നമ്മൾ ഇങ്ങനെ അടിക്കണം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. കഴിഞ്ഞു. ഇനി നമുക്കത് നേരെ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നമ്മൾ ഒഴിക്കുകയാണ്. നമ്മൾ കുറച്ച് വൈറ്റ് ഗ്ലാസ്സിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. നമ്മൾ ഇനി ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കണം. സോ അതിനു വേണ്ടി നമുക്ക് ഡേറ്റ്സും കാഷ്നട്ടും ഒക്കെ ഇടണം. സോ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. ഇനി നമുക്കപ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ബൂസ്റ്റ് ഇടുന്നുണ്ട്. ബൂസ്റ്റ് നമ്മൾ കുറച്ചിടുന്നുണ്ട്, ഒരു ഇച്ചിരി. കണ്ടോ, നമ്മൾ ഇച്ചിരി ഇടുന്നുള്ളൂ. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൂണിൻ്റെ ആ ഒരു ഭാഗമല്ല, മേളത്തെ ഭാഗമല്ല, മറ്റേ സൈഡത്തെ ഭാഗം വെച്ചിടുന്നതാണ്. പിന്നെ കുറച്ച് ചെറി നമ്മൾ കട്ട് ചെയ്തിടുന്നുണ്ട്. 2-3 ചെറി നമ്മൾ കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ കാഷ്നട്ടും ഇടുന്നുണ്ട്. കാഷ്നട്ടും കുറേ ഡേറ്റ്സും 2-3 കാഷ്നട്ടും ഇടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു കാഷ്നട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോറി. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഐസ്ക്രീം ഇടും. ഏത് ഐസ്ക്രീം വേണം ഇടാം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഇട്ടു. ഇനി നമുക്കത് കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം, ഒന്നും കൂടെ. അപ്പോൾ നമ്മൾ പിന്നെ ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ബൂസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അത് ജസ്റ്റ് ആ ഒരു ബൂസ്റ്റിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. ബൂസ്റ്റിൻ്റെ ഇത് കുറച്ച് കൂടുതലാകുമ്പോൾ നമുക്കത് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യും. നമ്മൾ ബൂസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2-3 ചെറി വെക്കുന്നുണ്ട്. 2-3 ചെറിയൊക്കെ വെക്കുന്നുണ്ട്. അതായത് ഒരു ചെറി ഇങ്ങനെ കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കാഷ്നട്ട് വെക്കുന്നുണ്ട്. കണ്ടോ, ഇതിനകത്ത് 2-3 കാഷ്നട്ടാക്കി വെക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത്രയും നമ്മളപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നല്ല രസമുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ. നമ്മളിൻ്റെ ടേസ്റ്റും കൂടെ നമ്മളിനി അറിയണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം മിസ് ചെയ്തു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഏലക്കയും കൂടി ഇടുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ. നമ്മൾ സ്പൂണൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ ഗ്ലാസ്സിലും വെക്കുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ഓക്കെ, ബൈ.